Hi everyone. So last video നമ്മൾ ഡിസ്കസ് ചെയ്തത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിലെ കാർനോട്ട് സൈക്കിൾ ആയിരുന്നു. കാർനോട്ട് സൈക്കിളിലെ ഡിഫറെന്റ് പ്രോസസ്സുകളും തെർമൽ എഫിഷ്യൻസിയുടെ ഡെറിവേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ സൈക്കിളായ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിന്റെ ഡിഫറെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഓട്ടോ സൈക്കിളിന്റെ PV ഡയഗ്രവും TS ഡയഗ്രവും എങ്ങനെയാണ് വരയ്ക്കുന്നത്, ദെൻ തെർമൽ എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഡയറക്ട്ലി ഗോ ടു ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടോ സൈക്കിൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏത് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ആണ്? ഇറ്റ് ഈസ് ദ തെർമോഡൈനാമിക് സൈക്കിൾ. ഇറ്റ് ഈസ് ദ thermodynamic cycle on which petrol engine works. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് സൈക്കിൾ ഓൺ വിച്ച് പെട്രോൾ എഞ്ചിൻ വർക്ക്സ്. സോ ഓട്ടോ സൈക്കിളിൽ നമ്മൾ നേരത്തെ കാർനോട്ട് സൈക്കിൾ പഠിച്ചതുപോലെ തന്നെ ഓട്ടോ സൈക്കിളിന് 4 പ്രോസസ്സുകളുണ്ട്. സോ ആ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. Process 1 to 2, process 2 to 3, process 3 to 4, process 4 to 1. അപ്പൊ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. പ്രോസസ് 2 to 3, റിവേഴ്സിബിൾ adiabatic expansion. Process 3 to 4, constant volume heat rejection. Process 4 to 1, reversible adiabatic compression. ഓക്കെ. അപ്പൊ ഇത് 4ഉമാണ് നമ്മുടെ ഡിഫറെന്റ് പ്രോസസ്സസ് ഇൻ ഓട്ടോ സൈക്കിൾ. അപ്പൊ നമ്മൾ കാർനോട്ട് സൈക്കിളിൽ പഠിച്ചതും ഓട്ടോ സൈക്കിളിൽ പഠിച്ചതും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, കാർനോട്ട് സൈക്കിളിൽ ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷനും ഏത് പ്രോസസ് ആയിരുന്നു, ഐസോതെർമൽ ആയിരുന്നെങ്കിൽ ഓട്ടോ സൈക്കിളിൽ വരുമ്പോൾ ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷനും ഏത് പ്രോസസ് ആണ്, കോൺസ്റ്റന്റ് വോളിയം ആണ്. ഇനി എക്സ്പാൻഷനും കംപ്രഷനും കാർനോട്ട് സൈക്കിളിൽ പഠിച്ചതുപോലെ തന്നെ എന്ത് തന്നെയാണ്, റിവേഴ്സിബിൾ അഡയാബാറ്റിക്. നമ്മൾ കാർനോട്ട് സൈക്കിളിൽ ഇതേ പ്രോസസ് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഓട്ടോ സൈക്കിളിൽ വരുമ്പോൾ ഏത് മാറും, ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷനും ഏതിലോട്ട് മാറും, കോൺസ്റ്റന്റ് വോളിയത്തിലോട്ട് മാറും. കാർനോട്ട് സൈക്കിളിൽ ഹീറ്റ് അഡിഷൻ ഹീറ്റ് റിജക്ഷൻ ഐസോതെർമൽ പ്രോസസ് ആയിരുന്നെങ്കിൽ ഓട്ടോ സൈക്കിളിലോട്ട് വരുമ്പോൾ ഹീറ്റ് അഡിഷൻ ഹീറ്റ് റിജക്ഷൻ ഏത് പ്രോസസ് ആവും, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആവും. ഇതാണ് ആ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോ സൈക്കിളിന്റെ 4 പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. പ്രോസസ് 1 to 2 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ്. പ്രോസസ് 2 to 3 പഴയ പോലെ റിവേഴ്സിബിൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. പ്രോസസ് 3 to 4 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. പ്രോസസ് 4 to 1 റിവേഴ്സിബിൾ അഡയാബാറ്റിക് കംപ്രഷൻ. അപ്പൊ ഇവിടെ ഹീറ്റ് അഡിഷൻ ഹീറ്റ് റിജക്ഷൻ എന്തിലാണ് നടക്കുന്നത്, കോൺസ്റ്റന്റ് വോളിയത്തിൽ ആയതുകൊണ്ട് തന്നെ ഓട്ടോ സൈക്കിളിന് പറയുന്ന മറ്റൊരു പേര് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാറുണ്ട്. Because in auto cycle heat addition and heat rejection takes place at constant volume. അതുകൊണ്ട് തന്നെ we call auto cycle as constant volume cycle. Okay. അപ്പോൾ ഓട്ടോ സൈക്കിളിലെ 4 പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ട് ഏത് ഡയഗ്രാം വരയ്ക്കണം, PV ഡയഗ്രവും TS ഡയഗ്രവും വരയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഏത് ഡയഗ്രാം വരയ്ക്കാം, PV ഡയഗ്രാം വരയ്ക്കാം. പ്രഷർ വോളിയം ഡയഗ്രാം വരയ്ക്കാം. ഒന്ന് പറയാം പ്രഷർ വോളിയം ഡയഗ്രാം. ആദ്യം 1 to 2 ഏത് പ്രോസസ് ആണ്, 1 to 2 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ്. അപ്പോൾ പ്രഷർ വോളിയം ഡയഗ്രത്തിലെ കോൺസ്റ്റന്റ് വോളിയം എങ്ങനെ വരയ്ക്കും, ലൈൻ കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആക്കി വരയ്ക്കണം. വോളിയം കോൺസ്റ്റന്റ് ആക്കി നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്, ഒരു വെർട്ടിക്കൽ ലൈൻ അങ്ങ് വരച്ചാൽ പോരെ. 1 to 2 ഓക്കെ. ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടോ, വോളിയത്തിന് ചേഞ്ച് ഇല്ല അല്ലെ. ഇപ്പൊ കോൺസ്റ്റന്റ് വോളിയം 1 to 2 കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് ഇവിടെ വോളിയം എന്ന് പറയുന്നത് കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്. നമ്മൾ എന്ത് വരച്ചു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി 2 to 3 ഏതാണ്, 2 to 3 റിവേഴ്സിബിൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അപ്പൊ എക്സ്പാൻഷൻ ആണല്ലേ, എക്സ്പാൻഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. പ്രഷർ എന്ത് ചെയ്യും, എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയും, വോളിയം എന്ത് ചെയ്യും, കൂടും. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ കഴിയും, ഇങ്ങനെ 2 to 3. ഓക്കെ. നമുക്ക് പ്രഷറിന് എന്ത് സംഭവിച്ചു, പ്രഷർ കുറഞ്ഞു. പ്രഷർ 2 ഇത്രയായിരുന്നു, 3 ആയപ്പോഴത്തേക്കും പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു. വോളിയത്തിന് എന്ത് സംഭവിച്ചു,
വോളിയം 2 ലാബ് ഇത്ര ഉള്ളായിരുന്നു, 3 ലാബും വോളിയം എന്ത് ചെയ്തു? ഓക്കെ, ഇനി അടുത്തത് 3 to 4 വീണ്ടും എന്താണ്? കോൺസ്റ്റന്റ് വോളിയം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും താഴോട്ട് വരയ്ക്കാം. 3 to 4 കോൺസ്റ്റന്റ് വോളിയം. Then 4 to 1 എന്താണ്? കംപ്രഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഇതേപോലെ നേരെ മുകളിലോട്ട് 4 to 1 അല്ലെ? അപ്പൊ കംപ്രഷൻ ആകുമ്പോൾ എന്താ? നമുക്കറിയാം കംപ്രഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറയും, പ്രഷർ കൂടുന്നുണ്ട്. പ്രഷർ കൂടി 4 ന്ന് P1 പ്രഷർ, വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ മേളിൽ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാതെ താഴെ വേണ്ടി PV ഡയഗ്രം. അപ്പൊ 1 to 2, 1 to 2, 2 to 3, 3 to 4, ഇങ്ങനെ ഇരിക്കും ഡയഗ്രം. 1 to 2, 2 to 3, 3 to 4, 4 to 1. ഓക്കെ, അപ്പൊ 1 to 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ആണ്. 2 to 3 കണ്ട എക്സ്പാൻഷൻ ആണ്. അപ്പൊ പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി. 3 to 4 കോൺസ്റ്റന്റ് വോളിയം തന്നെയാണ്. സോ വെർട്ടിക്കൽ ലൈൻ വരച്ചു. 4 to 1 കംപ്രഷൻ ആണ്. അപ്പോൾ വോളിയം കുറഞ്ഞു, പ്രഷർ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ TS ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? TS ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? TS ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? TS ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ആലോചിച്ച് നോക്കുക വീണ്ടും. 1 to 2 നമ്മൾ ഇനി ടെമ്പറേച്ചറിന് എൻട്രോപ്പി 1 to 2 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ് അല്ലെ? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ അല്ലെ? അപ്പം ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കും? നമ്മൾ ബോഡിയിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുമോ? ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നു. അതാണ് മുകളിലോട്ട് വരയ്ക്കും. 1 to 2 അവിടെ ടെമ്പറേച്ചർ കൂടി. ഇവിടെ ടെമ്പറേച്ചർ ഇത്ര ഉള്ളായിരുന്നു, ഇവിടെ അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കൂടി. അടുത്ത 2 to 3 റിവേഴ്സിബിൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. നമുക്കറിയാം റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആണ്? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നേരെ വെർട്ടിക്കൽ ലൈൻ അങ്ങ് വരയ്ക്കാം താഴോട്ട്. 2 to 3. അടുത്തത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇതിന് നേരെ പാരലൽ ആയിട്ട് നേരെ താഴോട്ട് 3 to 4. അടുത്തത് 4 to 1 റിവേഴ്സിബിൾ അഡയാബാറ്റിക് കംപ്രഷൻ. റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. അപ്പൊ വീണ്ടും എന്താണ്? എൻട്രോപ്പി കോൺസ്റ്റന്റ് വെർട്ടിക്കൽ. ഇതായിരിക്കും ടെമ്പറേച്ചർ എൻട്രോപ്പി. ഓക്കെ, അപ്പൊ പ്രഷർ വോളിയം ഡയഗ്രവും ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോ സൈക്കിളിലെ പ്രഷർ വോളിയം ഡയഗ്രം എന്താണ്? ഈ ഒരു ഷേപ്പ് വരും. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം ഈ ഒരു ഷേപ്പ്. ഓക്കെ, അപ്പൊ പ്രഷർ വോളിയം ഡയഗ്രം എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പ്രഷറിനും വോളിയത്തിനും എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് വരയ്ക്കുക. അടുത്ത ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ പ്രോസസ്സുകൾ സംഭവിക്കുമ്പോൾ ടെമ്പറേച്ചറിനും എൻട്രോപ്പിക്കും എന്ത് സംഭവിക്കും? ഇപ്പൊ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ്. സോ 1 to 2 മുകളിലോട്ട് പോകും. ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക? കുറയുകയാണ്. അപ്പൊ 3 to 4 അപ്പൊ താഴോട്ട്. ബാക്കി രണ്ട് പ്രോസസ് എക്സ്പാൻഷൻ കംപ്രഷൻ റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. റിവേഴ്സിബിൾ അഡയാബാറ്റിക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാർനോട്ട് സൈക്കിളിൽ എന്തായിരിക്കും അവിടെ? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ 2 to 3 4 to 1 വെർട്ടിക്കൽ. അതേപോലെ PV ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എന്താ? 1 to 2 നോക്കുക. 1 to 2 കോൺസ്റ്റന്റ് വോളിയം ആണ്. 3 to 4 കോൺസ്റ്റന്റ് വോളിയം ആണ്. അപ്പൊ 1 to 2 3 to 4 വെർട്ടിക്കൽ ലൈൻ തന്നെ വരയ്ക്കുക. കാരണം ഇവിടെ വോളിയം ആണ് കിടക്കുന്നത്. ദെൻ എക്സ്പാൻഷൻ കംപ്രഷനിൽ പ്രഷറും വോളിയം എങ്ങനെ? എക്സ്പാൻഷൻ ആകുമ്പോൾ പ്രഷർ കുറയും, വോളിയം കൂടും. കംപ്രഷൻ ആകുമ്പോൾ വോളിയം കുറയും, പ്രഷർ കൂടും. ആ കൺസെപ്റ്റിൽ. ഓക്കെ, അപ്പൊ PV ഡയഗ്രം TS ഡയഗ്രം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? അടുത്ത് നമുക്കറിയാം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എഫിഷ്യൻസി ഡിറൈവ് ചെയ്യണം. അപ്പൊ നമ്മൾ പഴയ പോലെ തെർമൽ എഫിഷ്യൻസിയുടെ ബേസിക് ഇക്വേഷൻ എഴുതി. തെർമൽ എഫിഷ്യൻസി is equal to എന്താണ്? നെറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. നെറ്റ് വർക്ക് ഡൺ ഡിവൈഡ് നമ്മൾ കഴിഞ്ഞ കാർനോട്ട് സൈക്കിൾ പഠിച്ച അതേപോലെ നെറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈ. ഓക്കെ, ഇനി വർക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈ. ഓക്കെ, അപ്പൊ തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എന്തൊക്കെ വേണം? ഹീറ്റ് സപ്ലൈഡും വേണം, ഹീറ്റ് റിജക്റ്റഡും വേണം. നമ്മൾ എന്താ പറയുക? അപ്പൊ നമുക്കറിയാം ഹീറ്റ് സപ്ലൈഡ് ഏത് പ്രോസസ് ആണ്? ഹീറ്റ് സപ്ലൈഡ് മീൻസ് ഹീറ്റ് അഡിഷൻ ആണ്. ഏത് പ്രോസസ്? പ്രോസസ് 1 to 2. അപ്പൊ നമ്മൾ ഏത് എഴുതുന്നു? പ്രോസസ് 1 to 2. Thermal efficiency is equal to work done divided by heat supplied, which is equal to heat supplied minus heat rejected divided by heat supplied. Okay, അപ്പൊ നമുക്ക് ഹീറ്റ് സപ്ലൈഡ് വേണം. ഹീറ്റ് സപ്ലൈഡ് ഏതാ പ്രോസസ്? ഹീറ്റ് അഡിഷൻ. പ്രോസസ് 1 to 2. ഏതാ പ്രോസസ്? കോൺസ്റ്റന്റ് ഓട്ടോ സൈക്കിൾ ആണ്. ഓട്ടോ സൈക്കിൾ ആകുമ്പോൾ കോൺസ്റ്റന്റ് വോളിയം ആണ്. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. ഓക്കെ, അപ്പൊ ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ എന്ത് വരും? പറ. ഹീറ്റ് സപ്ലൈഡ്
നമ്മൾ കാർനോട്ട് സൈക്കിൾ ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ P1 V1 എല്ലാം V2/1 എഴുതി. അത് എന്തുകൊണ്ടായിരുന്നു? അവിടെ ഹീറ്റ് അഡിഷൻ നടക്കുന്ന ഏത് പ്രോസസ്സിലായിരുന്നു? ഐസോതെർമലിലായിരുന്നു. ഇവിടെ ഹീറ്റ് അഡിഷൻ നടക്കുന്ന ഏതിലാണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലെ ഹീറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ? MCV ഡെൽറ്റ ടി. അപ്പൊ ഇവിടെ എന്ത് വരും? MCV കോൺസ്റ്റന്റ് വോളിയം, സ്പെസിഫിക് കോൺസ്റ്റന്റ് വോളിയം ഡെൽറ്റ ടി. ഡെൽറ്റ ടി മീൻ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ. ഇവിടുത്തെ ഇനിഷ്യൽ ടെമ്പറേച്ചർ T1, ഫൈനൽ ടെമ്പറേച്ചർ T2. അപ്പൊ എന്ത് വരും? T2 മൈനസ് T. ഓക്കെ, ഇതിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹീറ്റ് സപ്ലൈഡ് ആണ്. ഹീറ്റ് സപ്ലൈഡ് ആകുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ കിട്ടി. ഹീറ്റ് സപ്ലൈഡ് ഇസ് ഈക്വൽ ടു MCV ഇൻറ്റു T2. കാരണം ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ MCV ഡെൽറ്റ ടി ആണ്. MCV വോളിയം കോൺസ്റ്റന്റ്, അതിനെയാണ് CV സഫിക്സ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത ഇനി എന്താ വേണ്ട? ഹീറ്റ് റിജക്റ്റഡ് വേണം. ഹീറ്റ് റിജക്റ്റഡ് ഏതാ പ്രോസസ്? ഹീറ്റ് റിജക്റ്റഡ് ഏതാണ് പ്രോസസ്? ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഹീറ്റ് റിജക്ഷൻ ഏതാ പ്രോസസ്? 3 to 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് പ്രോസസ് 3 to 4. പ്രോസസ് 3 to 4 എന്താണ്? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, അപ്പം ഹീറ്റ് റിജക്റ്റഡ് ഇക്വേഷൻ എന്ത് വരും? നിങ്ങൾ തന്നെ പറ. അവിടെ കോൺസ്റ്റന്റ് വോളിയം തന്നെയാണ്. അപ്പൊ കോൺസ്റ്റന്റ് വോളിയം വീണ്ടും നമ്മൾ ഹീറ്റിന്റെ ഇക്വേഷൻ MCV ഡെൽറ്റ ടി തന്നെ. ഇവിടെ M ഇൻറ്റു CV ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി മീൻസ് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ. ഇവിടെ 3 to 4 ആണ്. അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ T4 മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഏതാണ്? T. പക്ഷേ നമുക്കിവിടെ എന്താ? ഹീറ്റ് റിജക്ട് ചെയ്യുക. ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ സൈൻ എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. ഈ മൈനസ് സൈൻ ബ്രാക്കറ്റിനകത്ത് കയറുമ്പോൾ എന്താവും? MCV ഇൻറ്റു T3 മൈനസ് T4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹീറ്റ് റിജക്റ്റഡും കിട്ടി. അപ്പൊ ഹീറ്റ് സപ്ലൈഡും കിട്ടി, ഹീറ്റ് റിജക്റ്റും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഇക്വേഷൻ എടുത്ത് നമ്മളെ തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്പർ 1 ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ത് വരും? തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് എന്താ? MCV ഇൻറ്റു T2 മൈനസ് T1. ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്താ? MCV ഇൻറ്റു T3 മൈനസ് T4. അപ്പം ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ത് തന്നെ? MCV ഇൻറ്റു T2. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കട്ടായി പോടാ? ഇവിടെ MCV കട്ടായി പോയി. MCV എല്ലാത്തിനകത്തും MCV ഉണ്ടായിരുന്നു, അതങ്ങ് കട്ടായി പോയി. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വന്നു? തെർമൽ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു എന്തോന്നു? T2 മൈനസ് T1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T. ഇങ്ങനെയല്ലേ വന്ന്? പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കണ്ടത് ഇൻഡിപെൻഡന്റ് സിംഗിൾ ആയിട്ട് എഴുതാം. അപ്പൊ എന്ത് വരും? T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ്. ഇവിടെ ഇതും കട്ടായി പോയി. അപ്പോൾ തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്തെന്ന് തോന്നുന്നു? 1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് വരും. തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് വരും. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യുന്നത്? അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് T2 ഇൻ ടേംസ് ഓഫ് T3 കണ്ടുപിടിക്കുക, T1 ഇൻ ടേംസ് ഓഫ് T4 കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് അഡയബാറ്റിക് പ്രോസസ്സുകൾ എടുക്കാം. നമുക്ക് രണ്ട് അഡയബാറ്റിക് പ്രോസസ്സുകൾ ഉണ്ട്. ഓർമ്മയുണ്ട് ഏതൊക്കെയാണ്? പ്രോസസ് 2 to 3 ഉണ്ട്, പ്രോസസ് 4 to 1 ഉണ്ട്. രണ്ട് അഡയബാറ്റിക് പ്രോസസ്സുകൾ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങോട്ട് എടുക്കും. അപ്പൊ അതെടുക്കുമ്പോൾ എങ്ങനെ? നമുക്ക് ആദ്യം എന്ത് എഴുതാം? പ്രോസസ് 2 to 3 എഴുതാം. പ്രോസസ് 2 to 3 എന്താണ്? റിവേഴ്സിബിൾ അഡയബാറ്റിക് ഏതായിരുന്നു? എക്സ്പാൻഷൻ അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ പ്രോസസ് അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? TV raised to gamma minus 1 equal to constant അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻ 2 to 3 ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ TV raised to gamma minus 1 2 to 3 അപ്ലൈ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? T2 V2 raised to gamma minus 1 equal to T3 V3 raised to gamma. T2 V2 raised to gamma minus 1 is equal to T3 V3 raised to gamma minus 1. ഇതിനകത്ത് T2 by T3 എന്ത് വരും? T2 by T3 is equal to V3 by V2 the whole raised to gamma 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. T2 by T3 is equal to V3 by V2 the whole raised to gamma 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതേപോലെ അടുത്ത നമ്മൾ ഏത് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്ന? അടുത്ത അഡയബാറ്റിക് പ്രോസസ് ഏതാ? പ്രോസസ് 4 to 1. 4 to 1 അല്ലേ അടുത്ത അഡയബാറ്റിക് പ്രോസസ്? 4 to 1 അല്ലേ? 4 to 1 എന്താണ്? റിവേഴ്സിബിൾ അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പൊ അതും അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് എനിക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം?
ടി വി റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഏതാ പ്രോസസ്സ് 4 to 1 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? T4 V4 raised to gamma minus 1 is equal to T1 V1 raised to gamma minus 1. T4 V4 raised to gamma minus 1 is equal to T1 V1 raised to gamma minus 1. അപ്പൊ ഇതിനകത്ത് T1 by T4 എന്ത് വരും? T1 by T4 എന്ത് വരും? T1 by T4 is equal to V4 by V1 the whole raised to gamma minus 1. V4 by V1 the whole raised to gamma minus 1. Okay. അപ്പൊ നമുക്ക് T1 by T4 equal to V4 by V1 the whole raised to. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസുകൾ കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്നും ഇക്വേഷൻ നമ്പർ 3 എന്നും ഞാൻ എഴുതി. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നമ്മുടെ പി വി ഡയഗ്രത്തിലോട്ട് ഒന്ന് നോക്കാം. പി വി ഡയഗ്രത്തിലോട്ട് ഒന്ന് നോക്കാം. പി വി ഡയഗ്രം നോക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ വോളിയങ്ങൾ സെയിം ഒന്ന് നോക്കാം. V1 ഉം V2 എന്താണ്? V1 ഉം V2 സെയിം ആണ്. V1 ഉം V2 സെയിം ആണ്. അതേപോലെ V3 ഉം V4 എന്താണ്? V3 ഉം V4 സെയിം ആണ്. V1 ഉം V2 സെയിം ആണ്. V3 ഉം V4 സെയിം ആണ്. ഓക്കെ, അപ്പോൾ V1 ഈക്വൽ ടു V2 അതുകൊണ്ടൊന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിട്ടേക്കാം. V1 ഈക്വൽ ടു V2 അതേപോലെ V3 ഈക്വൽ ടു V4. ഓക്കെ, V3 ഈക്വൽ ടു V4. ഇനി നമ്മളിവിടെ പുതിയൊരു റേഷ്യോ പഠിക്കുന്നു. ആ റേഷ്യോയുടെ പേരാണ് കംപ്രഷൻ റേഷ്യോ. ഓർത്ത് വെച്ചേക്ക, കംപ്രഷൻ റേഷ്യോ. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is defined as the ratio of total volume to clearance volume. ടോട്ടൽ വോളിയവും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്രഷൻ റേഷ്യോ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഞ്ചിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചാൽ അവിടെ നമ്മൾ ക്ലിയറൻസ് വോളിയം എന്താണ്, സെപ്റ്റ് വോളിയം, ടോട്ടൽ വോളിയം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ജസ്റ്റ് ആ ഡെഫിനിഷൻ ഓർത്ത് വെച്ചേക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം. അപ്പൊ നിങ്ങളുടെ പി വി ഡയഗ്രം നിങ്ങൾ എടുക്കുക. പി വി ഡയഗ്രം ഇവിടുത്തെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിങ് മുതൽ ടോട്ടൽ എത്ര വരുന്നത്? ഇവിടെ V4 പറയാം അല്ലെ, V4. ക്ലിയറൻസ് വോളിയം എന്ന് ഈ സ്പേസ്, ഇതാണ് നമ്മുടെ ക്ലിയറൻസ് സ്പേസ്. അപ്പൊ അവിടുത്തെ വോളിയം എന്ത് വരും? V1 വരും അല്ലെ. അപ്പം V4 by V1 എനിക്ക് എന്തെന്ന് പറയാം? കംപ്രഷൻ റേഷ്യോ. അതേപോലെ V4 by V1 ആണ്. V4 എന്തിന് ഈക്വലാ? V3 ഈക്വലാ. V1 എന്തിന് ഈക്വലാ? V2 ഈക്വലാ. അപ്പം V4 by V1 കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. V4 by V1 കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. അല്ലെങ്കിൽ V4 എന്തിന് ഈക്വലാ? V3 ഈക്വലാ. അപ്പം V3 by V1 എന്തിന് ഈക്വലാ? V2 ഈക്വലാ. V2 ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? കംപ്രഷൻ റേഷ്യോ. അപ്പൊ കംപ്രഷൻ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് R. അപ്പൊ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? V4 by V1 അല്ലെങ്കിൽ V3 by V2. കാരണം V4 എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. V4 ഉം V3. V1 ഉം V2 എന്ത് വോളിയം ആണ്? ക്ലിയറൻസ് വോളിയം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ T2 by T3 equal to V3 by V2 the whole raised to gamma minus 1. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. T2 by T3 is equal to ഇങ്ങനെ എഴുതാം. V3 by V2 എന്ന് പറയുന്ന പേരെന്താണ്? കംപ്രഷൻ റേഷ്യോ R എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് എഴുതാം? R raised to gamma minus 1 എന്ന് എഴുതിക്കൂടെ. അതേപോലെ T1 by T4 ഇതിനെ എനിക്ക് എന്തെന്ന് എഴുതാം? V4 by V1 നമ്മൾ എന്തെന്നാ പറയുന്നത്? R എന്നാ പറയുന്നത്. സോ R raised to gamma minus 1. നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. T2 by T3 ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. T2 by T3 is equal to R raised to gamma minus 1. അതേപോലെ T1 by T4 is equal to R raised to gamma minus 1. R എന്ന് പറയുന്നത് എന്താണ്? കംപ്രഷൻ റേഷ്യോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് T2 is equal to എനിക്ക് എന്തെന്ന് കിട്ടും? T2 is equal to എന്തെന്ന് കിട്ടും? T2 is equal to T3 into R raised to gamma minus 1 എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ഇവിടെ T1 is equal to എന്തെന്ന് കിട്ടും? T4 into R raised to gamma minus 1. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. T1 ഉം T2 നും രണ്ട് ഇക്വേഷൻസ് കിട്ടത്തില്ലേ? കിട്ടും. അപ്പൊ ഇതിനെ അടുത്ത രണ്ട് ഇക്വേഷൻസ്, അപ്പൊ ഇതിനെ നമുക്ക് വേണം ഇക്വേഷൻ നമ്പർ 2, 3, 4, ഇതിനെ ഇക്വേഷൻ നമ്പർ 5 എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എഫിഷ്യൻസി ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലാണ്ട് 1 മൈനസ് ഇതിനകത്തോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനകത്ത് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തെർമൽ എഫിഷ്യൻസി ഇവിടെ T2 ഉം T1 ഉം കിടക്കുന്നുണ്ടോ? ഇതിന് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇതാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് 1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 ന് പകരം ഏത് കൊടുക്കുക? T2 ന് പകരം ഏത് കൊടുക്കുക? അതാ ഇത് കൊണ്ടുവന്ന് കൊടുക്കുക. T2 ന് പകരം എന്ത് കൊടുക്കുക? T3 into R raised to gamma minus 1 മൈനസ് T1 ന് പകരം എന്ത് കൊടുക്കുക? T4 into R raised to gamma minus 1. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ഡിനോമിനേറ്റർ ആർ റേസ് ടു ഗാമ മൈനസ് 1 രണ്ടെടുത്തുണ്ട്. സോ അത് ഞാൻ കോമൺ എടുത്തു. സോ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്ന് വരും T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ, ഇവിടെ ആർ റേസ് ടു ഗാമ മൈനസ് 1 ഉണ്ട്, ഇവിടെ ആർ റേസ് ടു ഗാമ മൈനസ് 1 ഉണ്ട്. അത് ഞാൻ കോമൺ എടുത്തു. അപ്പൊ എന്ത് വരും? ആർ റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു T3 മൈനസ് T4. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഈ T3 മൈനസ് T4 കട്ട് ചെയ്ത് കളഞ്ഞാൽ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 1 മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ. ഇതാണ് ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ. വേർ ആർ ഇസ് കോൾഡ് കംപ്രഷൻ റേഷ്യോ. ആറിന് പറയുന്ന പേര് കംപ്രഷൻ റേഷ്യോ. ഗാമ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? അഡയബാറ്റിക് ഇൻഡെക്സ്. അഡയബാറ്റിക് ഇൻഡെക്സ് അതിന്റെ വാല്യൂ എയർ ആകുമ്പോൾ എത്ര വാല്യൂ? 1. 6 കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ ആറിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? V4 by V1 which is equal to V3 by V2. ഓക്കെ, അപ്പൊ ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ്. ഇതാണ് ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി. ആർ ഇസ് കോൾഡ് ദ കംപ്രഷൻ റേഷ്യോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ഓട്ടോ സൈക്കിൾ എന്താണ്? പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെയാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് പറഞ്ഞു. ഓട്ടോ സൈക്കിളിന്റെ 4 പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. ഹീറ്റ് അഡിഷൻ കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാറുണ്ട്. 1 to 2 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ, 2 to 3 reversible adiabatic expansion, 3 to 4 constant volume heat rejection, 4 to 1 reversible adiabatic compression. ഇവിടെ ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷനും എന്തിലാണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ബാക്കി എക്സ്പാൻഷൻ കംപ്രഷനും പഴയ പോലെ തന്നെ എന്തിലാണ്? റിവേഴ്സിബിൾ അഡിയാബാറ്റിക്കിലാണ്. അതിനുശേഷം നമ്മൾ ഏതൊക്കെ ഡയഗ്രാം വരച്ചു? PV ഡയഗ്രവും TS ഡയഗ്രവും വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമൽ എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ പഴയ പോലെ തന്നെ വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഹീറ്റ് സപ്ലൈഡും കണ്ടുപിടിക്കണം, ഹീറ്റ് റിജക്റ്റഡും കണ്ടുപിടിക്കണം. ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് പ്രോസസ്സിലോട്ട് പോയി? പ്രോസസ് 1 to 2. നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലെ ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം MCV ഡെൽറ്റ ടി. അപ്പൊ M into CV കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ടാണ് CV ഡെൽറ്റ ടി. ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ. അപ്പൊ 1 to 2 ആണ്. അപ്പൊ T2 മൈനസ് T. ഹീറ്റ് ആഡഡ് ആണ്. ഇപ്പൊ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ MCV ഫസ്റ്റ് ഇക്വേഷൻ. ഹീറ്റ് റിജക്റ്റഡ് ആകുമ്പോൾ പ്രോസസ് ഏതാണ്? ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ 3 to 4 ആണ്. ഇക്വേഷൻ MCV into ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ പഴയ പോലെ T4 മൈനസ് T3. പക്ഷെ ഹീറ്റ് റിജക്ട് ചെയ്യുന്നതുകൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കും നെഗറ്റീവ്. ഈ നെഗറ്റീവ് ബ്രാക്കറ്റിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇക്വേഷൻ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് റിജക്റ്റഡ് കിട്ടി. നമ്മൾ മെയിൻ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് MCV എല്ലാത്തിനും MCV ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻ ശരിയാവുക വന്നു. അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ T2നെയും T1നെയും മാറ്റണം. T2 ഇൻ ടേംസ് ഓഫ് T3 കണ്ടുപിടിക്കണം, T1 ഇൻ ടേംസ് ഓഫ് T4 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിലുള്ള 2 അഡയബാറ്റിക് പ്രോസസ്സുകൾ. ആ 2 അഡയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്തു? TV റൈസ് ടു ഗാമ മൈനസ് 1 അപ്ലൈ ചെയ്തു. അപ്പൊ അത് വെച്ച് നമുക്ക് ഇങ്ങനത്തെ 2 ഇക്വേഷൻസ് കിട്ടി. എന്നിട്ട് നമ്മൾ പുതിയൊരു ടേം പഠിച്ചു. ഏതാണ്? കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയവും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള റേഷ്യോ. അതിനെയാണ് കംപ്രഷൻ റേഷ്യോ. അപ്പം ആ ഇക്വേഷൻ കംപ്രഷൻ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ R ആണ്. R സ്മോൾ r. ഓക്കെ, അതിന്റെ ഇക്വേഷൻ V4 by V1 അല്ലെങ്കിൽ V3 by V2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനകത്ത് V3 by V2 കിടപ്പുണ്ട് അല്ലെ? ആ V3 by V2 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുത്തു? R എന്ന് കൊടുത്തു. അതേപോലെ ഈ ഇക്വേഷന് V4 by V1 കിടപ്പുണ്ട്. അതിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? R. അപ്പൊ നമുക്ക് പുതിയ 2 ഇക്വേഷൻസ് കിട്ടി. T2 by T3 എന്നുള്ള ഇക്വേഷൻ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു? T2 ഇക്വേഷൻ എഴുതി. T2 equal to എന്ത് ചെയ്തു? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു T3. അതേപോലെ T1 എന്ത് ചെയ്തു? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ T2 T1 കിട്ടി. അപ്പൊ T2 ഇൻ ടേംസ് ഓഫ് T3 കിട്ടി, T1 ഇൻ ടേംസ് ഓഫ് T4 കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബേസിക് ഇക്വേഷൻ എഫിഷ്യൻസി നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷനകത്ത് T2 in terms of എന്ത് കൊടുത്തു? T3 കൊടുത്തു, T1 in terms of T4 കൊടുത്തു. T3 in terms of T2 കൊടുത്തു, T2 in terms of T3 കൊടുത്തു, then T1 in terms of T4 കൊടുത്തു. നോക്കുക കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ് ഇവിടെ രണ്ടിടത്ത് R raised to gamma minus 1 കോമൺ ആണ്. സോ അതിന് പുറത്തെടുത്തു. അപ്പൊ T3 minus T4 ബ്രാക്കറ്റ് വന്ന് ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസി is equal to 1 minus 1 by R raised to gamma. Where R is called the compression ratio. ഗാമയ്ക്ക് പറയുന്ന പേര് അഡയബാറ്റിക് ഇൻഡെക്സ്. എയർ ആണെങ്കിൽ അതിന്റെ വാല്യൂ. ഓക്കെ, so auto cycle efficiency equation ആണ് efficiency is equal to 1 minus 1 by R raised to gamma minus 1.
where R is called the compression ratio. Okay. Okay. Thank you.